സർക്കാരിൻ്റെ ടൗൺഷിപ്പ് നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ് കോൺഗ്രസിൽ മുസ്ലിം ലീഗിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ ലീഗ് വലിയ തോതിൽ വിവാദത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതായത് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത് ലീഗ്, നമുക്കറിയാം, അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 40 കോടി രൂപയാണ് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചത്. അതിനുശേഷം അവർ വയനാട്ടിൽ ഭൂമി വാങ്ങുന്നു. ആ ഭൂമി 12 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്, 11 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്. അതിൽ 10 ഏക്കറും തോട്ടം ഭൂമിയാണ് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായതാണ്. തോട്ടം ഭൂമിയുടെ പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 1963 കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം തോട്ടം ഭൂമിയിൽ വീട് വയ്ക്കാൻ അനുവാദമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തോട്ടം ഭൂമി തന്നെ തെരഞ്ഞുപിടിച്ച് ലീഗ് വാങ്ങിയത്? ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വയനാട്ടിൽ ഭൂമി വാങ്ങാൻ പോകുന്ന ഏതൊരു മനുഷ്യനും, അത്യാവശ്യം ബോധമുള്ള ഏതൊരു മനുഷ്യനും ആദ്യം നോക്കുക തങ്ങൾ വാങ്ങാൻ പോകുന്ന ഭൂമി തോട്ടം ഭൂമിയാണോ എന്നതാണ്. ഇതൊന്നും നോക്കാതെയാണോ ലീഗ് പോയി ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത്, ഈ തോട്ടം ഭൂമി പോയി വാങ്ങിയിരിക്കുന്നത്? ഇനി അടുത്ത കാര്യം, ആ പ്രദേശത്തുള്ളതിൻ്റെ ഇരട്ടി വില കൊടുത്താണ് ഈ ഭൂമി വാങ്ങിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 11 ഏക്കർ ഭൂമി വാങ്ങിയിരിക്കുന്നത്, ആ പ്രദേശത്ത് 30,000 രൂപയോ 40,000 രൂപയോ ഒക്കെയാണ് ഭൂമി വില എന്ന് പറയുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ രൂപ നൽകിയിട്ടാണ് ഇവർ ഭൂമി വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സെന്റിന്, അതായത് 1 സെന്റിന് ഇരട്ടി വില നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ 11 ഏക്കറിന് എത്ര കോടി രൂപയുടെ അഴിമതിയാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് ഓർത്തു നോക്കൂ. ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ജോഷില, ഒന്ന്, പോയി വാങ്ങിയിരിക്കുന്നത് തോട്ടം ഭൂമി, അവിടെ വീട് വയ്ക്കാൻ ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് സാധ്യമല്ല, അതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ വാങ്ങിയിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ഭൂമിയുടെ വിപണി വിലയുടെ ഇരട്ടി കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. എന്താണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അവരുടെ സ്വന്തം പണമല്ലല്ലോ, നാട്ടുകാരിൽ നിന്ന്, സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നടക്കം പിരിച്ചെടുത്ത പണമല്ലേ? മനു, തീർച്ചയായും ദുരന്തബാധിതരുടെ പേരിൽ 40 കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചെടുത്തത്. ഇതിൽ 12 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ഭൂമി വാങ്ങിക്കുന്നതിനായി ചെലവഴിച്ചത്. ഇതാണ് വലിയ പ്രശ്നമായി ലീഗിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ലീഗിനുള്ളിൽ ഈ പ്രശ്നം പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വാങ്ങിച്ച 11.5 ഏക്കർ ഭൂമിയിൽ 1 ഏക്കർ ഒഴികെ ബാക്കി എല്ലാ ഭൂമിയും അത് തോട്ടം ഭൂമിയാണ് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ ദുരന്തബാധിതരായ, അതായത് ഭവനം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത 105 പേരാണ് ലീഗ് പറയുന്നത്. 105 പേർക്ക് വീട് നൽകും എന്നുള്ളതാണ്. ഇതിൽ 87 പേരും ടൗൺഷിപ്പിൽ സർക്കാർ അനുവദിച്ച വീട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും വാങ്ങി ലീഗിന്റെ വീടിനെ ആശ്രയിച്ച് ഇപ്പോൾ ആ പ്രതീക്ഷയിൽ കഴിയുന്നവരാണ് ബാക്കിയുള്ള 87-ലധികം പേരും. ഭൂരിഭാഗം പേരും ടൗൺഷിപ്പിൽ, ഈ 105 പേരിൽ ഭൂരിഭാഗം പേരും ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് വെച്ചവരാണ്. 15 ലക്ഷം രൂപ വാങ്ങിച്ചവരാണ്. ഇനി അവർക്ക് ലീഗിന്റെ ഭൂമി കിട്ടിയില്ലെങ്കിൽ, ലീഗിന്റെ വീടും ഭൂമിയും കിട്ടിയില്ലെങ്കിൽ അവരാകെ അങ്കലാപ്പിലാകും. അതിൻ്റെ ഒരു ആശങ്ക അവർ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ലീഗിനുള്ളിൽ ഈ വിഷയം വളരെ ശക്തമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ 65,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും ഭൂമി നൽകാമെന്ന് പല ഉടമകളും ലീഗിനെ അറിയിച്ചതാണ്. ഇതിൽ 30,000 രൂപയ്ക്ക് ഒരു ഭൂമി സാദിഖലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ദുരന്തബാധിതരായ ചില ആളുകളും പോയി കണ്ട് ഉറപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് നിയമവും പറഞ്ഞുകൊണ്ട് അഭിഭാഷകൻ മുന്നോട്ട് വരികയാണ്. ലീഗിന്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് ഭവന നിർമ്മാണ സമിതി അംഗം കൂടിയാണ്. അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കൂടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് തോട്ടം ഭൂമിയാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാണ്. 30,000 രൂപയ്ക്കും 65,000 രൂപയ്ക്കും മറ്റൊരു ഉടമ കരഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ടും ലീഗ് അത് പിന്നീട് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുമ്പോഴും ഈ അഭിഭാഷകൻ അടക്കമുള്ള 5 പേരുടെ കയ്യിലുള്ള ഭൂമിയാണ് പിന്നീട് ലീഗ് വാങ്ങിക്കുന്നത്. ഇതും 12 കോടിയിലധികം രൂപ ചിലവഴിച്ച് 40 കോടി ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ചതാണ്. ഈ 40 കോടിയിലാണ് 12 കോടിയിലധികം രൂപ ഈ ലീഗിന്റെ നേതൃത്വവുമായി ബന്ധമുള്ള ആളുകൾക്ക് വിൽപ്പന നടത്തുന്നതിന് അല്ലെങ്കിൽ കൊള്ള നടത്തുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ലീഗിനുള്ളിൽ തന്നെ ഉയരുന്ന വലിയ പ്രശ്നം. അത് പുറത്തു വന്നിരിക്കുകയാണ്. ലീഗ് ആകെ അങ്കലാപ്പിലാണ്. അന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് സംബന്ധിച്ച വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ഇത്തരത്തിൽ ഒരു താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നോട്ടീസ് ഉടമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തോട്ടം ഭൂമി വിൽപ്പന നടത്തിയതിന് കാരണം കാണിക്കണം, എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
ജോഷ്ല, ഇതിൽ ലാൻഡ് ബോർഡ് അടിമുടി ഉടമയ്ക്ക് അഴിമതിയുടെ പ്രശ്നമല്ലേ, തട്ടിപ്പിന്റെ വിഷയമല്ലേ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്? ഇപ്പോൾ ജോഷ്ലയ്ക്ക് അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം വയനാടിന്റെ ഒരു സ്വഭാവം എന്താണ്. ഏറ്റവും കൂടുതൽ തോട്ടം ഭൂമിയുള്ള നമ്മുടെ സംസ്ഥാനത്തെ പ്രദേശങ്ങളിൽ ഒന്നാണ് വയനാട് എന്ന് പറയുന്നത്. വയനാട്ടിൽ ഒരാൾ ഭൂമി വാങ്ങാൻ പോയാൽ ആദ്യം അയാൾ നോക്കുന്നത് ഇത് തോട്ടം ഭൂമിയാണോ എന്നതാണ്. ഇവിടെ ലീഗ് അത് പരിശോധിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും നേരെ പോയി തോട്ടം ഭൂമി തന്നെ വാങ്ങിയിരിക്കുന്നു. വളരെ നല്ലത്. കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ആ ഭൂമിയിൽ വീട് വയ്ക്കുന്നത് നടപ്പില്ല. കാരണം അത് നിയമം അങ്ങനെയാണ്. അത് പിണറായി വിജയൻ ഉണ്ടാക്കിയ നിയമമല്ല. ഇത് 1963 മുതലുള്ള നിയമമാണ്. അത് അറിയാൻ പാടില്ലാത്തവരല്ല ലീഗ് നേതൃത്വം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത്. അവിടുത്തെ ഒരു മാർക്കറ്റ് വില എങ്ങനെയാണ്? ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു 30,000-40,000 രൂപ, അതിനപ്പുറത്തേക്ക് സെന്റിന് അവിടെ ഭൂമിക്ക് വിലയില്ല. പക്ഷേ ലീഗ് കണക്കിൽ കാണിച്ചിരിക്കുന്നത് ഏകദേശം 1,14,000 രൂപ ഒരു സെന്റിന് ചിലവായി എന്നാണ്. അപ്പോൾ അതിന്റെ വ്യത്യാസം ഒന്ന് നോക്കൂ. ഒരു 60,000 രൂപയോളം ഒരു സെന്റിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്, ഒറ്റ സെന്റിൽ. അതാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത്. 30,000 രൂപയ്ക്ക് ഭൂമി കിട്ടുന്ന സ്ഥലമാണ് വയനാട്. തോട്ടം ഭൂമി 30,000 രൂപയ്ക്ക് വയനാട്ടിൽ ലഭ്യമാകും. എന്നാൽ പോലും ഇത് തോട്ടം ഭൂമിയാണെന്ന് അറിയാത്തവരല്ല ലീഗിന്റെ നേതാക്കളും അതുപോലെ തന്നെ ഈ അഭിഭാഷകനും. ഈ ഭവന നിർമ്മാണ സമിതി അംഗം കൂടിയാണ് ആ അഭിഭാഷകൻ. അദ്ദേഹമാണ് നേരത്തെ ലീഗൽ കാര്യങ്ങൾ പറഞ്ഞ് മറ്റു തോട്ടം ഭൂമികൾ ഒഴിവാക്കിയത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അടക്കം 5 വ്യക്തികളിൽ നിന്നാണ് ഈ ഭൂമി ഇപ്പോൾ വെള്ളിത്തോട് വാങ്ങിയിരിക്കുന്നത്. 11.5 ഏക്കർ ഭൂമിക്ക് 12 കോടിയിലധികം, ഇരട്ടിയുമല്ല 3 ഇരട്ടിയും 4 ഇരട്ടിയും അധികം വില നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭൂമി എടുത്തിരിക്കുന്നത്. അതായത് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ട് അത് ലീഗ് തന്നെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, ലീഗിലെ ചില നേതാക്കൾ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. എത്ര അധപ്പതിച്ച സംസ്കാരമാണ് എന്നും കൂടി നോക്കണം. അതായത് പണം, ദുരന്ത ബാധിതരുടെ പേരിൽ പണം പിരിക്കുന്നു, അത് മറ്റ് കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ചുകൊണ്ട് അത് സ്വന്തം കീശയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 105 പേർ ഇപ്പോൾ എന്ത് ചെയ്യും എന്നറിയാത്ത, മാത്രമല്ല ഇതുവരെ ഈ 105 പേരുടെ ലിസ്റ്റ് ലീഗ് പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ്, പുറത്തുവിട്ടിട്ടില്ല. ആരൊക്കെയാണ് ഇതിൽ ദുരന്ത ബാധിതരുണ്ടോ, എത്ര ദുരന്ത ബാധിതരുണ്ട് എന്നുള്ളത്. നമുക്ക് കിട്ടിയ ഈ 87 പേരുടെ കണക്ക് എന്ന് പറയുന്നത് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തവരാണ്. ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവരൊക്കെ തന്നെ ലീഗിന്റെ വീട് എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് മാസം വരെ ഇവർക്കുള്ള വാടക അടക്കം സർക്കാർ നൽകും. എന്നാൽ ആഗസ്റ്റ് മാസം കഴിഞ്ഞാൽ പിന്നീട് സർക്കാർ ഈ വാടക നൽകില്ല. അപ്പോൾ ഇവർ സ്വന്തമായി വീട് തേടേണ്ടി വരും. ഇത്തരത്തിലുള്ള ആകെപ്പാടെ ഒരു ആശങ്കയിലാണ് ഈ ലീഗിന്റെ വീട് കാത്തു നിൽക്കുന്ന ദുരന്ത ബാധിതർ എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് ലീഗ് ഇതുവരെ ഈ ദുരന്ത ബാധിതരുടെ അല്ലെങ്കിൽ വീട് നൽകുന്നവരുടെ ലിസ്റ്റ് പുറപ്പെടുവിക്കാത്തത് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. ഇതിൽ ആരെയൊക്കെയാണ് തിരികെ കയറ്റിയത് എന്നുള്ളത് ലിസ്റ്റ് പുറത്തു വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരുപാട് ഫണ്ടുകൾ യൂത്ത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും പിരിച്ചെടുത്തത് എന്ത് ചെയ്തു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം ഇവരൊക്കെ തന്നെ സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ട് വരാൻ മറ്റ് ചില ആളുകളെയും കൂട്ടി സമരവുമായി, യഥാർത്ഥ ദുരന്ത ബാധിതരെയല്ല മറ്റു ചില ആളുകളെയും കൂട്ടി സമരവുമായി മുന്നോട്ട് വരാൻ പോവുകയാണ്. എന്നാൽ ഇവരൊക്കെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ലീഗും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ UDF ആകെ കോൺഗ്രസ് അടക്കം കൈമലർത്തുന്ന അവസ്ഥയിലേക്ക് പോകും. എവിടെ നിങ്ങളുടെ വീട് എന്ന ഒറ്റ ചോദ്യം മതി. ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എവിടെ നിങ്ങളുടെ വീട് എന്ന് ഇവരോട് ചോദിച്ചാൽ കൈമലർത്തുന്ന സ്ഥിതിയിലേക്ക് UDF നേതൃത്വം ആകെ പോകും എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത അങ്ങനെയിരിക്കെ ടൗൺഷിപ്പിൽ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. ഈ 30ഓടുകൂടി മാതൃകാ വീട് പൂർത്തിയാവും. ഇനി ചില പണി മാത്രമേ പൂർത്തിയാകേണ്ടതുള്ളൂ. അതിൽ വൈറ്റ് വാഷ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ പെയിന്റ് അടിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ വയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി ചെയ്യേണ്ടതുള്ളൂ. അത്തരത്തിൽ എല്ലാ തരത്തിലും ദുരന്ത ബാധിതരെ നെഞ്ചോടടുക്കി പിടിച്ച ഒരു സർക്കാരിനെതിരെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യാൻ പോവുകയാണ്. ഇല്ല ജോഷ്ല, അതൊന്നും നിലനിൽക്കില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം പൊതുസമൂഹത്തിൽ ഇത് വളരെ വലിയ ചർച്ചയായിരിക്കുകയാണ്. മുസ്ലിം ലീഗും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയ ഈ വിവാദ ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ സുതാര്യതയില്ലാത്ത ഇടപെടലുകളൊക്കെ വലിയ ചർച്ചയായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ഓർക്കണം, വെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരമാവധി 40,000 രൂപ അത്രയുമുള്ള ഭൂമി വില, അവിടെയാണ് 1,14,000 രൂപ കൊടുത്ത് ഇവർ ഭൂമി വാങ്ങിയിരിക്കുന്നത്. അതും തോട്ടം ഭൂമി എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഭൂമി. ആർക്ക് വേണ്ടിയാണ് ലീഗ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നത് ലീഗിന് ഉള്ളിൽ നിന്ന് തന്നെയാണ്.
വരും ദിവസങ്ങളിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ആ കണക്കിന്റെ വ്യത്യാസം ഒന്ന് കാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊരു കണക്ക് നിങ്ങളോട് പറയാം. സംസ്ഥാന സർക്കാർ കൽപ്പറ്റ നഗരമധ്യത്തിലാണ് ഈ ടൗൺഷിപ്പ് പണിയുന്നത്. ആ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചത് 44 കോടി രൂപയാണ്. അതായത് 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ അവിടെ ഏറ്റെടുത്തത്. അതിന് കെട്ടിവെച്ചത് 44 കോടി രൂപ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.47 ഏക്കറാണ്. അപ്പോൾ 65 ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം 160.55 ഏക്കർ. 44 കോടി രൂപ 160.55 ഏക്കറിന് നൽകിയിരിക്കുന്നു. ഒരു സെന്റിന് ഏകദേശം 27,000 രൂപ. അതായത് കൽപ്പറ്റ നഗരമധ്യത്തിൽ സർക്കാർ നൽകിയിരിക്കുന്നത് 27,000 രൂപയാണ്. അവിടെയാണ് നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് സ്ഥലം വാങ്ങിയിട്ട് സെന്റിന് 1,14,000 രൂപ നൽകിയിരിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ, മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ ജീവിതവും കണ്ണീരും വച്ചിട്ടാണ് ഈ കളികളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുൻപിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ലീഗ് നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും UDFന്റെ സംസ്ഥാന നേതൃത്വവും ഒന്നടങ്കം ബാധ്യസ്ഥരാണ്. നിങ്ങൾ എത്ര ഒളിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട.